Hello guys, okay. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ MAC spoofing ആണ്. അപ്പോൾ വാട്ട് ഈസ് MAC അഡ്രസ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി MAC അഡ്രസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു നെറ്റ്വർക്കിലുള്ള ഡിവൈസിനെ ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ MAC അഡ്രസ്. ആക്ച്വലി MAC അഡ്രസ് ഡിവൈസിന് കൊടുക്കുന്നത് ആ ഒരു ഡിവൈസ് മാനുഫാക്ചർ ചെയ്യുന്നവരായിരിക്കും. അതേപോലെ തന്നെ ഇതൊരു യുണീക്ക് അഡ്രസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് MAC സ്പൂഫിംഗ് നോക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതേപോലെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ഇൻ്റർനെറ്റ് കിട്ടാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, MAC സ്പൂഫിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. സപ്പോസ് ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്കിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ MAC അഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ പല പല അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യുന്നു, IF കോൺഫിഗ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ MAC അഡ്രസ്. അപ്പോൾ ഈ അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ MAC അഡ്രസ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ വേറൊന്നുമല്ല, macchanger എന്ന് പറയുന്നൊരു ടൂളാണ്. ഓക്കെ, ആക്ച്വലി ഇത് കെലി ലിനക്സിലും അതേപോലെ പാരറ്റോയ്സിലും ഇൻബിൽട്ടായി വരുന്ന ഒരു ടൂളാണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, macchanger -h കൊടുക്കാം. ഇപ്പോൾ ഇതുണ്ടല്ലേ, ഡിഫറെൻറ്റ് ഓപ്ഷനിൽ പലതരത്തിൽ നമുക്ക് MAC അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലൊന്നാണ് -r, റാൻഡമായിട്ടൊരു MAC അഡ്രസ്സ് സ്വീകരിക്കുക എന്നുള്ളതും, അതേപോലെ -m, മാനുവലായിട്ട് നമ്മുടെ ഒരു ടാർഗറ്റിൻ്റെ MAC അഡ്രസ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും നമ്മുടെ ഡിവൈസിന്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, IF കോൺഫിഗ് ടൈപ്പ് ചെയ്യുന്നു. ഇത് കണ്ടാൽ മനസ്സിലാവും, ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് യൂസ് ചെയ്ത് ഓൾറെഡി ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇതിനെ ഇവിടുന്ന് കട്ട് ചെയ്യിക്കണം, ഡൗൺ ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇൻ്റർഫേസിനെ ഈ ഒരു നെറ്റ്വർക്കിൽ നിന്ന് ഡൗൺ ചെയ്യിക്കുന്നു. അതിനുശേഷം നമ്മൾ MAC അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, അതിനുശേഷം അപ്പ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, സുഡോ റൂട്ട് പ്രിവിലേജ് എടുക്കുന്നു. അതിനുശേഷം IF കോൺഫിഗ് നിങ്ങളുടെ ഇൻ്റർഫേസ് നെയിം ഡൗൺ. നമുക്ക് റാൻഡമായിട്ടുള്ളൊരു അഡ്രസ്സ് അല്ലേ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, macchanger -r നമ്മുടെ ഇൻ്റർഫേസ് കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് കൊടുത്തു, എൻ്റർ. ഇപ്പോൾ ഇതുകൊണ്ടല്ലേ, കറൻറ്റ് MAC അഡ്രസ്, പെർമനൻറ്റ് MAC അഡ്രസ്, ന്യൂ MAC അഡ്രസ്, നമുക്ക് പുതിയൊരു MAC അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇൻ കേസ് എൻ്റെ സിസ്റ്റത്തിൻ്റെ ലോഗ്സ് മറ്റൊരു നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് അല്ലേ അവിടെ ഉണ്ടാകുന്നത്, അത് വെച്ച് എന്നെ ട്രാക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർഫേസ് അപ്പ് ചെയ്യാം. സോ IF കോൺഫിഗ് ഇൻ്റർഫേസ് ഏതാണോ അത് ടൈപ്പ് ചെയ്ത ശേഷം അപ്പ്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് അപ്പായിട്ടുണ്ട്. ഇനി IF കോൺഫിഗ്, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഇൻ്റർഫേസ് അപ്പായിട്ടുണ്ട്, അതേപോലെ MAC അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ? ഇതേപോലെ നിങ്ങൾക്ക് മറ്റൊരു ഡിവൈസിൻ്റെ MAC അഡ്രസ്സ് മാനുവലായി ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, MAC സ്പൂഫിംഗ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യും മുമ്പ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മോട്ടീവ് എന്തായിക്കോട്ടെ, അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ MAC അഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക.